നമുക്കിന്ന് മൈലാഞ്ചി ഇട്ടാലേ. ഇതെൻ്റെ അനിയത്തി ആക്കി വെച്ച മൈലാഞ്ചിയാണ് കേട്ടോ. നാടൻ മൈലാഞ്ചിയാണ്. നമുക്കിന്ന് ഇടാവേ കയ്യില്. എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടം. നാടൻ മൈലാഞ്ചിയുടെ കമ്പും പോലൊക്കെ കാണും. അതുകൊണ്ട് ക്ഷമിക്കൂ. നമ്മളിത് നാടൻ മൈലാഞ്ചിയാണ്. കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. എൻ്റെ അനിയത്തി അരച്ചെടുത്തതാണ്. ഇതിനകത്ത് നമ്മൾ ചുമക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഇടും. ഇപ്പം നിറം കൂടാൻ വേണ്ടി എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്? ഇതിനകത്താണ് നാരങ്ങ നീര് ആഡ് ചെയ്യാം, തേയില, വെള്ളയ്ക്ക, നീറ്, പല പച്ചുറുമ്പുണ്ടല്ലോ, പലയിടത്തും പല പേരാണ് പറയുന്നത്. അതൊക്കെ. വെള്ളയ്ക്ക എന്ന് വെച്ചാൽ എന്താണ്? കൊച്ചങ്ങ. തേങ്ങ. അത് തേങ്ങ ചെറിയ. ഇപ്പൊ ഇതിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ, ആഡ് ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ ഇല മാത്രമേ ഉള്ളൂ, വേറെ നമ്മൾ മിക്സിയിലാണോ അതോ അമ്മിക്കല്ല് അങ്ങനെ എന്തെങ്കിലും ആണോ അരച്ചെടുത്ത? അമ്മിക്കല്ലിലാണ് അരച്ചെടുത്തേക്കുന്നത്. മിക്സിക്കകത്ത് തരത്തില്ല. മിക്സിയിൽ അരയ്ക്കുമ്പോൾ കറിക്കൊക്കെ അരയ്ക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ഓട്ടിക്കും. അതുകൊണ്ട് നമ്മൾ അമ്മിക്കല്ലിലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇപ്പൊ ഇതില് വെള്ളം കൂടുതലാണല്ലേ? വെള്ളം കൂടിപ്പോയി. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഹോംമെയ്ഡ് സാധനമില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിലെല്ലാം ചെയ്യും. പിന്നെ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവൾ അരച്ചെടുത്ത് തന്നില്ലേ, ഇത് നമ്മളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്ക് നഖത്തിന്റെ സൈഡിലെല്ലാം ഒരുമാതിരി പഴുത്ത് വരുമല്ലോ, അതിന് ഇത് ബെറ്ററാണ് മാറാനൊക്കെ. നാരങ്ങയൊക്കെ നല്ലതാണ്, നെയിൽ പോളിഷ്. പക്ഷെ കൂടുതലും ഫലക്കത്ത് ഇതായിരിക്കും. നമുക്കൊക്കെ വരാറുണ്ട്. നമ്മളത് ഇതൊക്കെയാണ് എടുത്തൊക്കെ ചെയ്യുന്നത്, വീട്ടിലുണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ കൂട്ടൊക്കെ യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇത് വെള്ളം കൂടിപ്പോയിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട്, അത് ക്ഷമിക്കുക. ഒരു കയ്യിൽ ചേച്ചി സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പുറത്തെ കയ്യിൽ ഇടാൻ വേണ്ടി ഇതാ ഇന്ന് റെജിയമ്മേനെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇടുകയാണ്. മൈലാഞ്ചിക്കാരി ആയിട്ടുണ്ട് റെജിയമ്മ. ഇങ്ങനെയല്ലേ വീഡിയോയിൽ എക്സ്പെർട്ട് ആവുന്നത് മൈലാഞ്ചിക്കിട്ട്? കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന കണ്ടൊരു കൊതിയാണ്. ആ കൊതി ഇപ്പോഴും മാറിയിട്ടില്ല. ആൻറ്റി ഹെൽപ്പിനുണ്ടാണ് ഭയങ്കര ഉപകാരമായി. ആൻറ്റിക്ക് ഇടാറുണ്ടെന്ന് പറയുന്നത് കേട്ടോ. സൂപ്പറായിട്ട് ഇടാറുണ്ട്. ഇട്ടിട്ട് പോകുന്നുണ്ടോ? ഞാൻ ഇത് ആദ്യം ഇന്നലെ അമ്മ ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ ട്രിപ്പ്. നിങ്ങളുടെ അമ്മായിമാർ ഇങ്ങനെയാണോ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടോ? ചിലർക്ക് കാണും, ചിലർക്ക് കാണത്തില്ല. എല്ലാവരെയും പറയുന്നില്ല. ചിലർക്ക് സ്നേഹമുള്ളവരും ചിലർക്ക് സ്നേഹം ഇല്ലാത്തവരും. നമ്മൾക്ക് സ്നേഹം കാണിക്കണം പറഞ്ഞിരിക്കും. നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണോ തിരിച്ചും ഇങ്ങനെ ഇങ്ങോട്ടും അത് കണക്കായിരിക്കും. കിട്ടാത്ത സൈസുകളുണ്ട് കേട്ടോ. കാര്യമായിട്ടാണ് പറയുന്നത്. സഹായത്തിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ തന്നെ ആശ്രയം. പനിയാണ് ആൻറ്റിക്ക്. എന്നിട്ട് നമ്മുടെ എന്താ പറയുന്ന അഹങ്കാരത്തിനൊക്കെ കൂട്ടി ഞങ്ങൾ കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും ആൻറ്റി സപ്പോർട്ടാണ്. ഞങ്ങൾ വേറെ തോന്നിയാസങ്ങളൊന്നും കാണിക്കുന്നതെന്ന് ആൻറ്റിക്ക് അറിയാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ രണ്ട് പരിപാടി. വേറെ ആൾക്ക് തന്നെ കാണിക്കുന്നത്. ഫ്രിഡ്ജ് വെച്ചിരുന്നല്ലേ? ഇന്നലെ അവൾ അരച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട്. ഞാൻ വന്നപ്പോൾ ലേറ്റായി. വെളിയിൽ വെച്ചിരുന്നു. വെളിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലുള്ള വെള്ളങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മൈലാഞ്ചിയുടെ ഫൈനൽ ലുക്ക് എത്തിയിരിക്കുന്നു. രാഗിരാജ് ഇട്ട് കഴിഞ്ഞു. നല്ല കട്ട സപ്പോർട്ടൊക്കെ മൈലാഞ്ചിക്കാൻ സഹായിച്ചു. നല്ല ലുക്കില്ലേ? ഇതെങ്ങനെ യാത്രയിട്ടോണ്ട് നടന്നതിന് ഏട്ടന്മാരുടെ മുഖമൊക്കെ ഒന്ന് ആലോചിച്ച് തുടുക്കൂല്ലേ? ടാറ്റാ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ. സന്ധിக்கலாம்.